അതുകൊണ്ട് അനീതിയാണ്, അക്രമമാണ്, ഭരണഘടനാ ലംഘനമാണ്, ഭരണകൂട ഭീകരതയാണ്. ഇതിനെ ഒന്നിച്ച് ജനങ്ങൾ എതിർക്കേണ്ടതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചെങ്കിൽ മാത്രമേ ഈ സമരം നിർത്തുകയുള്ളൂ കോൺഗ്രസ്. രാജിവെച്ചേ ഭരണം നിർത്താവൂ. രാജിവെക്കണം. രാജിവെക്കുകയല്ല മറ്റൊരു മാർഗമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതലുണ്ട് പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ ഒന്നിച്ചു കൂട്ടിയാൽ. ഉണ്ടോ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മോഡിയെപ്പോലെ തന്നെ പിന്തുണയുള്ള ആളാണ്, അതിനേക്കാൾ പിന്തുണയുള്ള ആളാണ്. ഈ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വലിച്ചഴിക്കുവാൻ എന്ത് കാര്യത്തിൽ അക്രമം കാണിച്ചു? മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനാണ് നമ്മോടൊപ്പമുള്ളത്. ദില്ലിയിൽ വലിയ സമരം നടക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ ടെലിവിഷൻ ചാനൽ കൂടി വന്നിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം? ഡൽഹിയിൽ നടന്നത് അങ്ങേയറ്റം ജനാധിപത്യ ധ്വംസനവും ഭരണഘടനാ വിരുദ്ധതയും അനീതിയും ഭരണഘടനാ ഭീകരതയും ഭരണകൂട ഭീകരതയുമാണ്. ഇങ്ങനെ ഡൽഹിയിലോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും നേതാക്കന്മാരൊക്കെ സമാധാനപരമായ സമരമാണ് നടത്തിയത്. ഈ സമാധാനപരമായ സമരം എന്ന് പറയുന്നത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശമാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം അതാണ്. അതാ ഡിസെൻഡ് ചെയ്യാൻ, അതാ വിയോജിക്കാനുള്ള അവകാശം. വിയോജിക്കാനും അത് പ്രകടിപ്പിക്കാനും അതിനുവേണ്ടി സമാധാനമായി സമരം ചെയ്യാനുള്ള നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തെയാണ് ഗവൺമെന്റ് അടിച്ചമർത്തിയിരിക്കുന്നത്. അത് ഭരണഘടനാ ലംഘനമാണ്, അനീതിയാണ്, അക്രമമാണ്. ഇത് ഈ ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നയത്തെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നയത്തെയാണ്. ഞാനൊരു കാര്യം പറയാം. ഇതെന്ന് പറയുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കേണ്ടതാണ്. എത്രയോ ന്യായമായ ഒരു കോസിന് വേണ്ടിയാണ് കുട്ടികളുടെ നമ്മുടെ 24 ലക്ഷം കുട്ടികളാണ് ഈ നീറ്റ് പരീക്ഷ എഴുതിയത്. ആ കുട്ടികളുടെ മുഴുവൻ വികാരമാണ് ഈ കോക്രോച്ച് പാർട്ടി പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പൂർണ്ണ പിന്തുണയാണല്ലോ കോൺഗ്രസ് കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണയാണ്. ഈ വിഷയത്തിൽ കാര്യം അവര് സമരം ചെയ്യുന്നത് തികച്ചും ന്യായമായ നീതിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നത്, ന്യായത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. അത് അടിച്ചമർത്താൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല. എന്തെങ്കിലും അക്രമം കാണിച്ചെങ്കിൽ ഒന്നും ഉണ്ടായില്ലല്ലോ. അവർ നമ്മുടെ മക്കളല്ലേ ആ കുട്ടികൾ. എന്ത് തെറ്റായി, എന്ത് ക്രൂരതയായി ഗവൺമെന്റ് കാണിക്കുന്നത്. ഇത് മോഡി ഗവൺമെന്റ് നാശത്തിനുള്ള തുടക്കമാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് ഇല്ലാത്ത അല്ലെങ്കിൽ നെയിം പ്ലേറ്റ് ഇല്ലാത്ത ആളുകൾ അവിടെ വന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അക്കാര്യത്തിൽ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനിവിടെ ഇരിക്കുകയാണ്. നെയിം പ്ലേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, മോഡി ഗവൺമെന്റ് ഈ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണകൂട ഭീകരതയാണ്, ഭരണഘടനാ ലംഘനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യത്തിൽ ഒരു വിശദീകരണം രാജ്യത്തോട് നൽകേണ്ടതല്ലേ? മാധ്യമങ്ങളെ അദ്ദേഹം കാണേണ്ടതല്ലേ? തീർച്ചയായും. പാർലമെന്റിൽ വിശദീകരണം നൽകേണ്ടതല്ലേ? എനിക്കറിയാം, ഞാൻ ദീർഘകാലം പാർലമെന്റിൽ ഇരുന്ന ആളാണ്, ലോക്സഭയിലും രാജ്യസഭയിലും. ഇതുപോലുള്ള സംഭവം ഉണ്ടാകുമ്പം പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചാൽ അതിനെ ഉന്നയിക്കാനും അത് ചർച്ച ചെയ്യാനും എന്നും അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് വന്ന പിന്നെയാണ് അത്തരം പാർലമെന്റിനകത്ത് പോലുമുള്ള അഭിപ്രായങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്. വലിയ വലിയ അപകടത്തിലേക്കാണ് രാജ്യം ഇങ്ങനെയാണ്. ഇത് പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതല്ലേ? ചർച്ച ചെയ്യാൻ അനുവദിക്കണം, അവർ മറുപടി പറയണം. അതുപോലെ തന്നെ സമാധാനപരമായി സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് അടിച്ചമർത്തണം. രാഹുൽ ഗാന്ധിയൊക്കെ ഇന്നലെ ഞാൻ പത്രത്തിൽ കണ്ട പടം, മുഖത്ത് ചോര പിടിച്ചിരിക്കുന്നു. അതായത് സോണിയാഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു, MP-മാരെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഈ മോഡിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതലുണ്ട് പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ ഒന്നിച്ചു കൂട്ടിയാൽ. ഉണ്ടോ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മോഡിയെപ്പോലെ തന്നെ പിന്തുണയുള്ള ആളാണ്, അതിനേക്കാൾ പിന്തുണയുള്ള ആളാണ്. ഈ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വലിച്ചഴിക്കുവാൻ എന്ത് കാര്യത്തിൽ അക്രമം കാണിച്ചു? അതുകൊണ്ട് അനീതിയാണ്, അക്രമമാണ്, ഭരണഘടനാ ലംഘനമാണ്, ഭരണകൂട ഭീകരതയാണ്. ഇതിനെ ഒന്നിച്ച് ജനങ്ങൾ എതിർക്കേണ്ടതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചെങ്കിൽ മാത്രമേ ഈ സമരം നിർത്തുകയുള്ളൂ കോൺഗ്രസ്. രാജിവെച്ചേ ഭരണം നിർത്താവൂ. രാജിവെക്കണം. രാജിവെക്കുകയല്ല മറ്റൊരു മാർഗമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ദില്ലിയിലെ സമരത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകുന്നു. ഒപ്പം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചേ പറ്റൂ. അതുവരെ തങ്ങൾ സമരം തുടരും എന്ന് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.